2000 കാലം മുതൽ ഞാൻ മദ്രാസിലെ CSI പള്ളിയുടെ ശുശ്രൂഷയിലായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണ് ദൈവം നൽകിയിട്ടുള്ളത്. ഇളയ മോൾക്ക് അന്ന് 11 വയസ്സാണ്. മോൾക്ക് പെട്ടെന്ന് പനിയായി. നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു പീഡിയാട്രിക് ഡോക്ടറുണ്ട്. ആ ഡോക്ടർ അടുക്കൽ കൊണ്ട് കാണിച്ച് മരുന്ന് തന്നു. പക്ഷേ പനി വിട്ടുവിട്ട് വരുന്നല്ലാതെ മാറിയില്ല. പിറ്റേ ദിവസവും ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും പനിക്ക് യാതൊരു ശമനവും കണ്ടില്ല. 3-ാമത്തെ ദിവസം ഡോക്ടർ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടൈഫോയിഡ് ആയിരിക്കാം, നമുക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ടൈഫോയിഡിൻ്റെ IV സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അന്ന് രാത്രി പാസനേജിൽ ഞാൻ തന്നെയാണ്, പുള്ളിക്കാരിയാണ് കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിൽ ഇരുന്നത്. അന്ന് രാത്രി പെട്ടെന്ന് എനിക്ക് കോൾ വന്നു, കുഞ്ഞ് അത്യാസന്ന നിലയിലാണ്, ചലനം വന്നു. ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ രോമകൂപകളിൽ നിന്ന് രക്തം ലൂസ് ചെയ്യാൻ തുടങ്ങി. ഏനൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു, യൂറിൻ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്ന് രക്തം ഇങ്ങനെ ഉതിർന്നു വരുവാൻ തുടങ്ങി. ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഡെങ്കു പനിയാണ്. അന്ന് ഡെങ്കു പനി അത്ര പോപ്പുലർ ഒന്നുമല്ല, ആർക്കും അത്രയും ഡെങ്കു പനിയെക്കുറിച്ച് അറിയത്തുമില്ല. ഡെങ്കു പനിയാണ്, അതുകൊണ്ട് നമുക്ക് കുഞ്ഞിന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. രാത്രിയിൽ തന്നെ ഞാൻ പരിചയമുള്ള എൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ വിളിച്ചു പറഞ്ഞു. യുവജനങ്ങൾ തയ്യാറായി. പിറ്റേ ദിവസം മുതൽ ആവശ്യമായ ബ്ലഡ് ലഭിച്ചു. അങ്ങനെ 4 ദിവസം കൊണ്ട് കുഞ്ഞിന് 23 യൂണിറ്റ് പ്ലാസ്മ തിരിച്ച് കൊടുത്തു. പക്ഷേ ഒരു ശമനവും ഉണ്ടായില്ല. കുഞ്ഞ് തടിച്ച് ചീർത്ത് വീർത്ത് കട്ടിലിൽ ഇങ്ങനെ ഒരു ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. അവിടെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഓരോ ദിവസവും താണ്. സെപ്റ്റംബർ മാസം 29-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം സോറി, കുഞ്ഞിൻ്റെ കണ്ണ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ഇനി 5 മിനിറ്റിനുള്ളിൽ ബ്രെയിൻ ബ്ലീഡ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ദി ചൈൽഡ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ട ആ ക്രമീകരണം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സഹോദരനെ വിളിച്ചിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ അടക്കണം, മദ്രാസിൽ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദിവസങ്ങളിൽ അനേക ദൈവമക്കൾ സഭാവ്യത്യാസമല്ല അറിഞ്ഞ എല്ലാ സഭകളിലും മോക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആശുപത്രിയിൽ തന്നെ ഞാൻ എടുത്ത റൂമിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ മുട്ടുമേൽ നിന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ. ആ ഹോസ്പിറ്റലിൻ്റെ ലോബിയിൽ അനേകർ അങ്ങിങ്ങായിട്ട് മാറി നിന്ന് കണ്ണുനീരോടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ്റെ അവസാന നിമിഷമാണ്. അവസാനം ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എന്തായാലും അവസാന നിമിഷമല്ലേ, കുഞ്ഞിനെ നമുക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റാം. അവൾ വേദന അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകട്ടെ, വെന്റിലേറ്റർ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊന്നും അറിയത്തില്ല, വാട്ട് എവർ യു വാണ്ട് ടു ഡു യു ഡു ഇറ്റ്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് ICUയിൽ നിന്ന് നഴ്സുമാരോട് വെന്റിലേറ്റർ കൊണ്ടുവരാനായിട്ട് ഓർഡർ ചെയ്തു. കുഞ്ഞിൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ ഞാനും ഡോക്ടർമാരുടെ അവളുടെ അവസാനത്തെ ശ്വാസം കാണുവാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിശയമെന്ന് പറയട്ടെ, ഡോക്ടർ വിളിച്ചു പറയും, യു സീ ദ യൂറിൻ ഈസ് ഗെറ്റിംഗ് ക്ലിയർ. ഞങ്ങൾ നോക്കിയപ്പോൾ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന യൂറിൻ ട്യൂബിൻ്റെ മുകളിൽ രക്തം കട്ട പിടിച്ച് താഴോട്ട് നല്ല ക്ലിയർ യൂറിന് ഒഴുകുന്നത് കാണുവാൻ സാധിച്ചു. ഡോക്ടർ പറഞ്ഞു, ലെറ്റ് us വെയിറ്റ്, നമുക്കൊന്ന് കാത്തിരിക്കാം, അരമണിക്കൂറുടെ കാത്തിരിക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ പറയട്ടെ, അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് പെട്ടെന്ന് ബ്ലഡ് എടുത്ത് നോക്കിയപ്പോൾ 4000-ന് താഴെ വന്നത് 24,000 വർദ്ധിച്ചു. അത് വീണ്ടും കുറെ കഴിഞ്ഞപ്പോൾ 42 അന്ന് രാത്രിയിൽ അത് 84 പിറ്റേ ദിവസം രാവിലെ 1,05,000 കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ആയി. ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്,
ഇത് പ്യുവർലി ദ ഗ്രേസ് ഓഫ് ഗാഡ് എന്നുള്ളതാണ്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് ഒരു മാസത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. അപ്പം ഞാൻ മൗനമായി കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, പ്രാർത്ഥിക്കുന്നതെല്ലാം കൃപയ്ക്ക് വേണ്ടിയാണല്ലോ, പിന്നെ എന്നാ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ എന്ന്. അപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, അല്ല, നീ കൃപയ്ക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിയില്ല. ഞാൻ ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പാട്ട് ആ പ്രാർത്ഥന ദൈവം എനിക്കൊരു പാട്ടായിട്ട് തന്നു. അതാണ് കൃപത എന്നുള്ള പാട്ട്. അത് ഞാൻ അവസാനം പാടാം. എന്നാൽ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഈ കൃപത എന്നുള്ള പാട്ട് എനിക്ക് ദൈവം തന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞാണ് കുഞ്ഞിൻ്റെ രോഗം അനുഭവം ഉണ്ടാകുന്നത്. എന്തായാലും കൃപയാൽ കർത്താവ് കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. അവിടെ ഇമ്മ്യൂണിറ്റി മുഴുവനും നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് കുറേ ദിവസം കൂടെ ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വന്നു. അവിടെ നിന്ന് അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഒരു ബുധനാഴ്ച രാവിലെ വീണ്ടും ഞാൻ എൻ്റെ വരാന്തയിൽ കിടന്ന സോഫയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അവിടുത്തെ വചനം അങ്ങ് അയക്കുന്നിടത്തൊക്കെയും പോയി പറയുന്ന ഒരു വ്യക്തിയാണല്ലോ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു അനുഭവം തന്നത് എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇതിനു വേണ്ടിയാ ഞാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത്. എൻ്റെ കൃപയാണ് നിന്നെ നിലനിർത്തിയത്, ആ കൃപയാണ് നിന്നെ ശക്തീകരിച്ചത്, ആ കൃപയാണ് നിനക്ക് സൗഖ്യം തന്നത് എന്നോട് പറയുകയുണ്ടായി. അതിനോടുകൂടെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിനക്ക് ചെയ്ത ഉപകാരം നീ സാക്ഷ്യത്തിനായിട്ട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനോഹരമായ പാട്ട് അന്നു മുതൽ സന്ദർഭം കിട്ടുന്നിടത്തൊക്കെയും ഞാൻ പാടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ സാക്ഷ്യം പറയാറുണ്ട്. അനേക ദൈവമക്കൾ ഈ പാട്ടും പാടി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ്. കൃപതാ കൃപതാ കൃപമേൽ കൃപതാ നാഥ, കൃപതാ കൃപതാ കൃപമേൽ കൃപതാ നാഥ, കൃപമേൽ കൃപതാ നാഥ, നിന്നെ ആരാധിപ്പാൻ കൃപതാ, നിന്നെ വന്ദിച്ചിടാൻ കൃപതാ, നിന്നെ ആരാധിപ്പാൻ കൃപതാ, നിന്നെ വന്ദിച്ചിടാൻ കൃപതാ, നിന്നെ ആരാധിപ്പാൻ കൃപതാ, നിന്നെ വന്ദിച്ചിടാൻ കൃപതാ, നിനക്കായി പോരാടാൻ നിന്നോട് പ്രാർത്ഥിപ്പാൻ നിന്നോടെന്നുമെന്നും ചേരുവാൻ, നിനക്കായി പോരാടാൻ നിന്നോട് പ്രാർത്ഥിപ്പാൻ നിന്നോടെന്നുമെന്നും ചേരുവാൻ, കൃപതാ കൃപതാ കൃപമേൽ കൃപതാ നാഥ, കൃപമേൽ കൃപതാ നാഥ, നിനക്കായി ജീവിപ്പാൻ കൃപതാ, നിൻ വേല ചെയ്യുവാൻ കൃപതാ, നിനക്കായി ജീവിപ്പാൻ കൃപതാ, നിൻ വേല ചെയ്യുവാൻ കൃപതാ,
അന്ത്യത്തോളം സേവിപ്പാൻ ആത്മദാനം പ്രാപിപ്പാൻ ആശ്വാസത്തിൻ നാഥ കൃപതാ. അന്ത്യത്തോളം സേവിപ്പാൻ ആത്മദാനം പ്രാപിപ്പാൻ ആശ്വാസത്തിൻ നാഥ കൃപതാ. കൃപതാ കൃപതാ കൃപമേൽ കൃപതാ നാഥ. കൃപതാ കൃപതാ കൃപമേൽ കൃപതാ നാഥ. കൃപമേൽ കൃപതാ നാഥ. ദൈവനാമ മഹത്വത്തിനായി ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു. അനേകർക്ക് ഇത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.